ജ്യോതിഷത്തിൽ പരിഗണിക്കപ്പെടുന്നതും മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്നതുമായി കരുതുന്ന 9 ഗ്രഹങ്ങളിൽ വളരെ സാവധാനം സഞ്ചരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും 2 വർഷത്തിലൊരിക്കലും രാശിമാറ്റം നടത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. ഈ 2 ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്താൽ പ്രാധാന്യം നിറഞ്ഞ വർഷമാണ് 2025. ഈ രാശിമാറ്റം മൂലം ഗുണാനുഭവം ലഭിക്കുന്നത് പ്രധാനമായും ഏതാനും ചില കൂറുകളിൽ ജനിച്ചവർക്കാണ്. ഇടവം, തുലാം, മകരം കൂറുകളിൽ ജനിച്ചവർക്ക് ശനി, വ്യാഴം ഇവരുടെ രാശിമാറ്റം മൂലം പ്രവചനാതീതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികയുടെ 1/4 ഭാഗവും, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി, തുലാക്കൂറിൽ പെട്ട ചിത്തിരയുടെ അവസാന ഭാഗം, ചോതി, വിശാഖത്തിന്റെ ആദ്യ 1/4 ഭാഗം, മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 1/4, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി ഇവർക്ക് ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം അതീവ ഗുണപ്രദമായിരിക്കും. ഇനി ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും, മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും, തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും, ഇഷ്ടപ്പെട്ട തൊഴിലിൽ ഏർപ്പെടും, ബിസിനസ്സിൽ മികവ് പുലർത്തും, മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂലമായ നടപടികളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനമില്ലാതെ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും. വിവാഹമോചനത്തിനായി നിൽക്കുന്നവർക്ക് അത് മാറി ആ പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ ബന്ധങ്ങളൊക്കെ ലഭിക്കും. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാവും. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി എന്നിവ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ വിഷമതകളും ശമിക്കുന്നതാണ്. സന്താന ഗുണം അനുഭവിക്കുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി, മാനസിക സംതൃപ്തി, മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള ഒരു സാധ്യതകളൊക്കെയുണ്ട്. താൽക്കാലിക ജോലികൾ ചെയ്യുന്നവർക്ക് അത് സ്ഥിരപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ രാശിക്കാർക്ക് വളരെയധികം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അടുത്തത് തുലാക്കൂറാണ്. ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയ സാധ്യതയൊക്കെ പ്രതീക്ഷിച്ചിരിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക. സുഹൃത്തുക്കളിൽ നിന്ന് സഹായമുണ്ടാവും. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള ഗൃഹ ഉപകരണങ്ങൾ വാങ്ങിക്കാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. പ്രവർത്തന വിജയം കൈവരിക്കും. ബന്ധുജന സമാഗമം വരെ ഉണ്ടാകും. ഇതാണ് തുലാക്കൂറുകാർക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ. ഇനി മകരക്കൂറാണ്. ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ, ആരോഗ്യപരമായ വിഷമതകളൊക്കെ ശമിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. മാനസിക സന്തോഷം വർദ്ധിക്കുന്നതാണ്. കടമിടപാടുകൾ കുറയും. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. ബന്ധു ഗുണം അനുഭവിക്കും. ബന്ധുങ്ങളെ കൊണ്ട് കുറെ നല്ലധികം ഗുണങ്ങളൊക്കെ ലഭിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. ദാമ്പത്യ ജീവിത സൗഖ്യം കൈവരിക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി സാധ്യതയൊക്കെ ഉണ്ടാവും. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹ ആലോചനകളിൽ തീരുമാനമൊക്കെ പെട്ടെന്നുണ്ടായി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിന് സുഖം ലഭിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുഗുണം വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, അതുപോലെ ഗൃഹനിർമ്മാണത്തിനുള്ള പുരോഗതി എന്നിവയെല്ലാം ഈ രാശിക്കാർക്കും ഈ ഒരു ശനിമാറ്റത്തോടുകൂടി വ്യാഴമാറ്റത്തോടും കൂടി ഉണ്ടാവുന്നതാണ്.